വെൽക്കം ടു ശ്രീ കിച്ചൺ. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കടലക്കറിയാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാദ്യമായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ എന്നിവയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിയും 1 ടേബിൾ സ്പൂൺ കുരുമുളകും 6-7 ഉണക്കമുളകും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇതെല്ലാം കൂട്ടിയിട്ടിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തേക്ക് മല്ലിക്ക് പകരം മല്ലിപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സവാള വഴറ്റുന്ന സമയത്ത് ഇട്ടാലും മതിയാകും. ഇങ്ങനെ ആകുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇതെല്ലാം നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. മസാലയൊന്ന് അരച്ചെടുക്കാനുണ്ട്. ആ മസാല കൂടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് സവാള വഴറ്റാൻ ആവശ്യമുള്ളത്ര എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് ഇനി 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കുക. ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. തക്കാളി ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോഴേക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 പിടി ബദാം തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണിത്. ഇതൊന്ന് ചേർത്ത് ഇതൊന്ന് രണ്ടും കൂടി അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി കടലക്കറി ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് 2 സവാള കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൽ മൊത്തത്തിൽ 4 വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. സവാള വഴന്നു വരുന്നതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. നേരത്തെ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ചൂടാക്കി പൊടിച്ചു വെച്ചിരിക്കുന്ന മല്ലി, പെരിഞ്ജീരകം, ഉണക്കമുളക്, പട്ട, കുരുമുളക് എന്നിവ ചേർത്ത പൊടി ചേർത്ത് കൊടുക്കുക. ഇതിനി ചൂടാക്കേണ്ട ആവശ്യമില്ല. നേരത്തെ നന്നായിട്ട് ചൂടാക്കി പൊടിച്ചതായതുകൊണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളി, ഉള്ളി, ബദാം എന്നിവ ചേർത്ത് അരച്ച പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാളയും തക്കാളിയൊക്കെ വഴറ്റുമ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗ്രേവിക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലക്ക ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് കടലക്കയാണ് എടുത്തിട്ടുള്ളത്. വേവിച്ച് വെച്ചിരിക്കുന്ന കടലക്ക ഈ ഗ്രേവി ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ കറിക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഈ കറിയിൽ. ഈ കറിക്ക് ഗ്രേവി ഇപ്പം കണക്കായിട്ടാണുള്ളത്. ഇതിനി കുറച്ച് നേരം ഇരിക്കുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും. ഇപ്പം കാണുമ്പോൾ കുറച്ച് ലൂസായിട്ടാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും. ബദാമൊക്കെ ചേർത്ത് അരച്ചത് കാരണം നല്ല കട്ടിയുള്ള ഗ്രേവി ആയിട്ട് തന്നെ മാറിക്കിട്ടും. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ദോശ, ചപ്പാത്തി, പുട്ട്, നൂൽപുട്ട് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല കറിയാണ്. ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്